ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം മഹാപരിശുദ്ധനാകുന്നു. നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം അതാണ്. നമുക്കൊരു വാക്യം വായിക്കാം. 1 ശമൂവേൽ 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. 1 ശമൂവേൽ 2:2. യഹോവയെ പോലെ പരിശുദ്ധനില്ല, നീയല്ലാതെ ഒരുത്തനുമില്ലല്ലോ, നമ്മുടെ ദൈവത്തെ പോലെ ഒരു പാറയും ഇല്ല. യഹോവയെ പോലെ പരിശുദ്ധനായി ആരുമില്ല, അങ്ങല്ലാതെ ആരുമില്ല, നമ്മുടെ ദൈവത്തെ പോലെ ഒരു പാറ. എന്നിട്ട് എഴുതിയേക്കുന്നു സുസ്ഥിരമായ ആശ്രയം ഇല്ല. ഈ പാറയുടെ അർത്ഥമാകട്ടോ സുസ്ഥിരമായ ആശ്രയം. നമ്മൾ വെറുതെ ഒരു പാറയെന്ന് ചിന്തിച്ചാൽ, അയ്യമ്പാറ പോലത്തെ ഒരു പാറയാണെന്ന് ചിന്തിച്ചാൽ രക്ഷയില്ല. യഹോവയെ പോലെ പരിശുദ്ധനായി ആരുമില്ല, അങ്ങല്ലാതെ ആരുമില്ല, നമ്മുടെ ദൈവത്തെ പോലെ ഒരു പാറ ഇല്ല. ഈ പാറയുടെ അർത്ഥം സുസ്ഥിരമായ ആശ്രയം, ഇളകാത്ത ഉറപ്പ്, ശക്തമായ അടിത്തറ. ഇതൊക്കെയാണ് ആ പാറയുടെ അർത്ഥം. അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതുന്നു: നിങ്ങൾ അഹന്തയോടെ ഇനിയും സംസാരിക്കരുത്, നിങ്ങളുടെ അധരങ്ങൾ അഹങ്കാരം സംസാരിക്കാതിരിക്കട്ടെ. എന്തെന്നാൽ യഹോവ സർവജ്ഞനായ ദൈവമാകുന്നു, അവിടുന്ന് പ്രവർത്തികളെ തൂക്കി നോക്കുന്നു. അതായത് പറയുന്ന ഇത്രേ ഉള്ളൂ, അഹന്തയോടെ സംസാരിക്കരുത് എന്ന് പറഞ്ഞാൽ എന്നാ? ഇല്ലാത്ത കാര്യം ഒന്നും പറയരുത്, ഉള്ളതുപോലെ പറയണം. അവിടുന്ന് പ്രവർത്തികളെ തൂക്കി നോക്കുന്നു. ഈ പ്രവൃത്തിയൊക്കെ എങ്ങനെ തൂക്കി നോക്കും? അതിഭയങ്കരമായ കാര്യങ്ങളാണ് പറയുന്നത്. പ്രവൃത്തിയെ തൂക്കി നോക്കുക എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയുടെ പുറകിലുള്ള ഉദ്ദേശത്തിൻ്റെ തൂക്കം ദൈവം എടുക്കും. എന്നാ ഉദ്ദേശത്തിലാണ് ഈ പരിപാടി തുടങ്ങിയത്? ഇപ്പം ഞങ്ങൾ പ്രസംഗിക്കുന്നവർ പൈസയ്ക്ക് വേണ്ടിയാണോ പ്രസംഗിക്കാൻ പോയിരിക്കുന്നതെന്ന് ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെടാൻ നേരം എൻ്റെ ഭാര്യയോട് പറയുക, ഞാൻ പോയിട്ട് വരുമ്പോൾ കാശ് കൊണ്ടുവന്നേക്കാം എന്നും പറഞ്ഞാൽ പ്രസംഗിക്കാൻ പോകുന്നെങ്കിൽ എൻ്റെ പ്രസംഗത്തിൻ്റെ ആത്യന്തികമായ ഉദ്ദേശം എന്ന് പറയുന്നത് പൈസയാണ്. പ്രസംഗം അവിടെ നടക്കും, ഉദ്ദേശം എന്താണെന്ന് ദൈവം അപ്പം തന്നെ അവിടെ മാർക്ക് ചെയ്ത് വെക്കും. അപ്പോൾ പ്രസംഗിക്കാൻ പോകുന്നത് പണത്തിന് വേണ്ടിയല്ല, പ്രസംഗിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അവർ കൊടുക്കാം. അത് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പറയാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശം ദൈവം തൂക്കി നോക്കുന്നത് തന്നെ എഴുതിയേക്കുന്നത്. ഇനി 3-ാമത്തെ വാക്യത്തിൽ എഴുതിയേക്കുന്നത് എന്തെന്നാൽ യഹോവ സർവജ്ഞനായ ദൈവമാകുന്നു, അവിടുന്ന് പ്രവർത്തികളെ തൂക്കി നോക്കുന്നു. സർവജ്ഞനായ ദൈവം എന്ന് പറഞ്ഞാൽ സർവ്വതും അറിയുന്ന ദൈവം. ഇംഗ്ലീഷിൽ അത് എഴുതിയിരിക്കുന്നത് ഗോഡ് ഓഫ് നോളജ് എന്നാണ്. സർവജ്ഞാനിയായ ദൈവം എന്ന് പറഞ്ഞാൽ ഒരു കൃത്യം കാര്യം ചെയ്യുമ്പോഴേ അതെന്തിനാണെന്ന് ദൈവത്തിനറിയാം. പരിശുദ്ധനുമാണ് ദൈവം, സർവജ്ഞാനിയാണ്, പരിശുദ്ധനുമാണ്. എന്തിനാണ് ദൈവം പരിശുദ്ധനായിരിക്കുന്നത്? ദൈവം പരിശുദ്ധനാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഒരു വചനം കൂടെ പറയുന്നുണ്ട്, പരിശുദ്ധിയില്ലാത്ത ഒരുത്തിനും ദൈവത്തെ കാണാനും കഴിയില്ല, ദൈവത്തെ അറിയാനും കഴിയില്ല. സ്തോത്രം. അതുകൊണ്ട് ലേവ്യ പുസ്തകത്തിൽ 19:12 വായിച്ചേ. ലേവ്യ പുസ്തകം 19:2. നീ ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും പറയേണ്ടത് എന്തെന്നാൽ, നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. ആ ദൈവം ഇങ്ങോട്ട് വെക്കുന്ന ഒരു ഡിമാൻഡാണ്, ഞാൻ വിശുദ്ധനാണ്, അതുകൊണ്ട് നിങ്ങളും വിശുദ്ധനായിരിക്കണം. ഞാൻ വിശുദ്ധനായിരിക്കുമ്പോൾ ഉടായിപ്പായ നിങ്ങളുമായിട്ട് എനിക്ക് ബന്ധമില്ലെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ഉടായിപ്പുകളെല്ലാം കൂടെ കൂടുന്നിടത്ത് ദൈവം വരുന്നില്ലെന്നും അർത്ഥം. ദൈവത്തിന് ഈ വെട്ടിപ്പിനോടും തട്ടിപ്പിനോടും കളികളോടും ഒന്നും ദൈവത്തിന് അടുക്കാൻ കഴിയില്ല, ദൈവം അവിടെ അടുക്കില്ല. അതുകൊണ്ട് പറയുക, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. ദൈവത്തിൻ്റെ ഇഷ്ടം അതാണ്, നിങ്ങളും വിശുദ്ധരായിരിക്കുക. ഇനി വിശുദ്ധനായാൽ എന്താ ഗുണമെന്ന് അപ്പസ്തോലപ്രവൃത്തി 2:27 എഴുതിയിട്ടുണ്ട്. അപ്പസ്തോലപ്രവൃത്തി 2:27 വിശുദ്ധനായാലുള്ള ഗുണം: നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. അതായത് പ്രാണനെ പാതാളത്തിൽ വിട്ടുകളയല, ദ്രവത്വം കാണാൻ അനുവദിക്കുകയില്ല. ഇത് ഇനി അതിൻ്റെ 25-26 വായിച്ചതിൻ്റെ കാരണം കൂടെ അറിയാം. ഞാൻ കർത്താവിനെ എപ്പോഴും എന്റെ മുൻപിൽ കണ്ടിരിക്കുന്നു, അവൻ എന്റെ വലത്തുഭാഗത്ത് ഇരിക്കയാൽ ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ചു,
എന്റെ നാവ് ആനന്ദിച്ചു, ആ. എന്റെ ജഡവും പ്രത്യാശയോടെ വസിക്കും. ആ, സ്തോത്രം. അതിൻ്റെ 25, 26 വാക്യങ്ങളിൽ ദാവീദ് പറയുന്ന, ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു, ഞാൻ കുലുങ്ങിപ്പോകാതെ വണ്ണം അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുണ്ട്, അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും എൻ്റെ നാവ് ആനന്ദിക്കുകയും ചെയ്യും, തന്നെയുമല്ല എൻ്റെ ജഡം പ്രത്യാശയോടെ വസിക്കും. ഈ ദാവീദ് ശരിക്കും ഒരു രാജാവ് മാത്രമൊന്നും അല്ലായിരുന്നു. ദാവീദ് രാജാവ് മാത്രമായിരുന്നെങ്കിൽ ദാവീദിനെ ഇന്ന് ഒരു മനുഷ്യനും ഓർക്കലായിരുന്നു. ദാവീദിൻ്റെ സമകാലികനായ പല രാജാക്കന്മാരും അവിടെ ഉണ്ടായിരുന്നു. ഇവന്മാരെ ഒന്നും ആരും ഓർക്കുന്നില്ല. ദാവീദിനെ ഓർക്കാനുള്ള കാര്യം, ദാവീദ് ഒരു ഭക്തനായിരുന്നു. രാജാവായിരിക്കുമ്പോൾ തന്നെ അവന് ദൈവവുമായിട്ട് അതുപോലെയുള്ള ബന്ധമായിരുന്നു. അവൻ ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. ദാവീദിൻ്റെ സന്തതി എന്ന് വിളിക്കുന്ന യേശുക്രിസ്തു, പിന്നീടും അനേക വർഷങ്ങൾ കഴിഞ്ഞ ഭൂമി വന്ന യേശുക്രിസ്തുവിനെ ഈ ദാവീദ് കണ്ടെന്ന് നമ്മൾ പല സ്ഥലത്തും വായിക്കുന്നുണ്ട്. അപ്പോൾ ദാവീദ് വെറും ഒരു രാജാവ് മാത്രമല്ലായിരുന്നു. അങ്ങനെ ആയിരുന്ന അയാളെ ആരും ഓർക്കുകയില്ലായിരുന്നു. അപ്പോൾ ആ ദാവീദ് പറയുക, പരിശുദ്ധനെ ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ കണ്ണ് മുമ്പിൽ വെക്കുന്നു, ഞാൻ കുലുങ്ങിപ്പോകാതെ വിധം വണ്ണം അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുണ്ട്. അപ്പോൾ പറയുന്നതിൻ്റെ അർത്ഥം ഇത്രേ ഉള്ളൂ, പരിശുദ്ധനല്ലേ പാതാളത്തിൽ പോവും, പാതാളം എന്നെ വിഴുങ്ങും, ദൈവം പരിശുദ്ധൻ, അതുകൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കും. പരിശുദ്ധനായി ജീവിക്കുന്നില്ലേ പാതാളം വിഴുങ്ങും. ഇനി യെശയ്യാവ് 10:17 എടുത്തേ. യെശയ്യാവ് 10:17. ഇസ്രായേലിന്റെ വെളിച്ചം ഒരു തീയായും അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും ഇരിക്കും. അത് കത്തി ഒരു ദിവസം കൊണ്ട് അവന്റെ മുള്ളും പറക്കാരെയും ദഹിപ്പിച്ചു കളയും. ഇസ്രായേലിന്റെ വെളിച്ചം ഒരു തീയായും അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും തീരും. അത് കത്തി ഒരു ദിവസം കൊണ്ട് തന്നെ അവൻ്റെ മുള്ളും പറക്കാരെയും ദഹിപ്പിച്ച് കളയും. അതായത് ഇത് 2 വാക്കാണ് പറയുന്നത്. ഇസ്രായേലിൻ്റെ വെളിച്ചം ഒരു തീയായും, തീ എന്ന് പറയുന്നതിന് ഇംഗ്ലീഷ് വാക്ക് ഫയർ. പരിശുദ്ധൻ ഒരു ജ്വാലയായും, അതിൻ്റെ വാക്ക് ജ്വാല എന്നുള്ളതിൻ്റെ വാക്ക് ഫ്ലെയിം എന്ന് പറഞ്ഞാൽ ആളിക്കത്തുന്ന തീക്കാണ് ഫ്ലെയിം എന്ന് പറയുന്നത്. ഈ ഗ്യാസിൻ്റെ ഒക്കെ തീ കത്തുമ്പോൾ അതിന് ഫ്ലെയിം എന്നാണ് പറയുന്നത്. അത് മുള്ളും പറക്കാരെയും ദഹിപ്പിക്കും. ഒരു വാക്യം കൂടെ വായിക്കാം. യെശയ്യാവ് തന്നെ 10:18. അവൻ അവന്റെ കാട്ടിന്റെയും തോട്ടത്തിന്റെയും മഹത്വത്തെ ദേഹവുമായി നശിപ്പിക്കും. അത് ഒരു രോഗി ക്ഷയിച്ചു പോകുന്നത് പോലെ ഇരിക്കും. അവിടുന്ന് അവൻ്റെ വനത്തിൻ്റെയും ഫലപുഷ്ടിയുള്ള തോട്ടത്തിൻ്റെയും മഹത്വത്തെ ദേഹവുമായി നശിപ്പിച്ച് കളയും. ഒരു രോഗി മെലിഞ്ഞു പോകുന്നത് പോലെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ, ഈ ഫ്ലെയിം വന്നാൽ മുള്ളും പറക്കാരെ ഉള്ളവൻ ഒരു രോഗി ഉണങ്ങിപ്പോകുന്നത് പോലെ, മെലിഞ്ഞുണങ്ങിപ്പോകുന്നത് പോലെ ആയിരിക്കും എന്ന് എഴുതിയേക്കുന്നത്. അതായത് പരിശുദ്ധനാകയാൽ തീ അഗ്നിജ്വാലയായി മാറും, ഫ്ലെയിമായി മാറും. ആളിക്കത്തുന്ന ജ്വലിപ്പിക്കുന്ന ദൈവമാണ് പരിശുദ്ധൻ, മഹാപരിശുദ്ധൻ. ഈ മഹാപരിശുദ്ധനെ ആരോട് ഉപമിക്കാമെന്ന് 40:25 യെശയ്യാവ് വായിച്ചാട്ടെ. 40:25. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്നെ ആരോട് ഉപമിക്കും, ഞാൻ ആരോട് തുല്യനാകും എന്ന് പരിശുദ്ധൻ ചോദിക്കുന്നു. അതായത് ആരോട് ഉപമിക്കും, ആരോട് തുല്യനാക്കും എന്ന് പരിശുദ്ധൻ ചോദിക്കുന്നു. അങ്ങയോട് ഉപമിക്കാൻ സാദൃശ്യത്തിനില്ല എന്ന് പറഞ്ഞാൽ തനിക്ക് താനിട്ട പേരാ പരിശുദ്ധൻ. മാറ്റുരയ്ക്കാൻ ആരുമില്ല, തുല്യനായിട്ട് ആരുമില്ല. ദഹിപ്പിക്കുന്ന ജ്വാലയാണ്, സർവജ്ഞാനിയാണ്, സർവശക്തനാണ്. അങ്ങെപ്പോലെ മറ്റാരുമില്ല. ദൈവം മഹാപരിശുദ്ധനാണ്. ആ പരിശുദ്ധനായ ദൈവത്തെ പോലെ നിങ്ങളും പരിശുദ്ധനായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങളുടെ ദൈവം മഹാപരിശുദ്ധനാകുന്നത് പോലെ ഞങ്ങളും പരിശുദ്ധനായിരിക്കാൻ, ഞങ്ങൾ അഹങ്കാരികളല്ലാതായിരിക്കാൻ, ഞങ്ങൾ വീമ്പ് പറയുന്നവരല്ലാതായിരിക്കാൻ, ഞങ്ങളുടെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് മാന്യമായി ജീവിക്കുന്നവരായിരിക്കുവാൻ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതിന് തടസ്സമായ ഞങ്ങൾ പരിശുദ്ധനല്ലെങ്കിൽ പാതാളം ഞങ്ങളെ വിഴുങ്ങും എന്ന് ഞങ്ങൾ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ വായിക്കുന്നു. അതുകൊണ്ട് പാതാളം ഞങ്ങളെ വിഴുങ്ങാത്ത വണ്ണം,
പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവത്തെ പോലെ ഞങ്ങളും പരിശുദ്ധനായി ജീവിക്കുവാൻ, ഞങ്ങൾ യാഥാർത്ഥ്യത്തിൽ ജീവിക്കുവാൻ, ഞങ്ങൾ നിഷ്കളങ്കരും നിർമ്മലരുമായി ജീവിപ്പാൻ കർത്താവെ അടിയനെയും കേൾക്കുന്ന പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ അവരുടെ ഉള്ളങ്ങളിൽ വചനത്തിൻ്റെ സത്യവും നീതിയും ന്യായവും നിഷ്കളങ്കതയും എല്ലാം കയറി ചെല്ലട്ടെ. അവരും പരിശുദ്ധനായി മാറട്ടെ. എൻ്റെ കർത്താവെ, പരിശുദ്ധിക്ക് തടസ്സമായി നിൽക്കുന്ന കെട്ടുകൾ, അതിൻ്റെ പുറകിലുള്ള അന്ധകാര ശക്തികൾ, അതിൻ്റെ പുറകിലുള്ള പൈശാചിക ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ എന്ന് കൽപ്പിക്കുന്നു നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.